അപ്പോൾ നമ്മുടെ അഖിൽ NRD ഇന്ന് കാലത്ത് തൊട്ട് ഈ ഒരു ന്യൂസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഹൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അവസാനം വരെ കണ്ടിട്ട് മാത്രം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്താൽ മതി. ഇപ്പോൾ ദൈവത്തോർത്ത് ഒരു കമന്റ് ഇടാൻ നിൽക്കല്ലേ. കാര്യം ഇത് എന്താണ്, എന്തിനാണ് ഈ വീഡിയോ, എന്താണ് ഇതിൽ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കമന്റ് ചെയ്യുക. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിന് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഈ ഒരു സാധനം കണ്ടപ്പോൾ യൂട്യൂബർ അഖിൽ NRDയുടെ കുടുംബത്തിൽ അപ്രതീക്ഷിത തിരിച്ചടി. ഭാര്യ മേഘ ബസ് കണ്ടക്ടറോടൊപ്പം ഒളിച്ചോടിയെന്ന് പരാതി. ആ ഒരു ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന ഒരാളുടെ ഫോട്ടോ ഇതിന്റെ അത് കാണിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ ആ പെങ്കൊച്ചിനെ കണ്ടപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ 2-3 പേരെ വിളിച്ച് അന്വേഷിച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന പോലും. ഞാൻ ചിന്തിച്ചു പോയി, എന്തിന്റെ പേരിൽ എന്റെ പൊളിച്ചോടി. ഇത് ബോഡി ഷേമിങ് ചെയ്യുന്നൊന്നല്ല. എന്നാലും ഇയാളെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കത് അങ്ങോട്ടൊന്നും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് സത്യമാണോ അല്ലേ എന്നുള്ളത്. എടാ, പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ല, തലച്ചോറും ഇല്ല എന്ന് പറയുന്നത് ശരിയാണല്ലേ? അതിനിടയിൽ അക്കൗണ്ടുകൾ പ്രൈവറ്റ് ആക്കിയ അഖിൽ NRD. അക്കൗണ്ട് പ്രൈവറ്റ് ഒന്നല്ല അഖിലിന്റെ. ഇതൊക്കെ ആരെ വെറുതെ അടിച്ചിടുന്നതാണ്. അതാണ് എനിക്കൊരു ഡൗട്ട്. ഈ ഫോട്ടോയിലുള്ള ആളുടെ തന്നെയാണ് ഒളിച്ചോടിയെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഇനി അതല്ല ഇത് ഫേക്ക് ആയിട്ട് എവിടെന്നെങ്കിലും എടുത്തിട്ട ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഇയാള് തിരിച്ചറിയണമെന്ന് ഇയാള് കേസ് കൊടുക്കുന്ന പേജിനെതിരെ. പേജ് ചെയ്താന്നൊക്കെ വെറുതെ ഇൻസ്റ്റയിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇതിന്റെ ഒരു തുടക്കം വരുന്നത് ഒരു എന്താ പേജിന്റെ പേര് പറഞ്ഞ അതിന്റെ അകത്ത് വരുന്ന ഒരു പോസ്റ്റ് ആണ്. അഖിൽ NRD ഇതിൽ വല്ല സത്യവും ഉണ്ടോ, ആ പെണ്ണ് ഒളിച്ചോടി പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. റീസെന്റ് ഇവരുടെ അക്കൗണ്ടിൽ നിരവധി ഒരുമിച്ചുള്ള വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊന്നും സത്യമാവാതിരിക്കട്ടെ. അതായത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 ദിവസം 4 ദിവസം മുമ്പ് വരെയുള്ള പോസ്റ്റുകൾ കിടക്കുന്നുണ്ട് അഖിലും വൈഫും കൂടി ഒരുമിച്ചുള്ള. ഓക്കെ, മേഘ എന്നങ്ങാണ്ടായിരുന്നു പെൺകുട്ടിയുടെ പേര്, നോട്ട് പോസ്റ്റുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ കാര്യം? ഇത്ര പെട്ടെന്ന് ഇത്രയൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. അതിന്റെ അടിയിൽ ഒരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പോസ്റ്റിന്റെ അടിയിൽ കമന്റ് പിൻ ചെയ്തിട്ടില്ല. ഞാൻ നോക്കിയപ്പോ കമന്റ് റിമൂവ് ആണ്. എഴുതിയേക്കുന്നതാണ്. നിങ്ങൾ ഓൾറെഡി പലരെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ എല്ലാം കറക്റ്റ് ഒരു ഫോർമാറ്റിൽ പറഞ്ഞു പോയാലേ എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ. സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പൂഴിക്കോട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെയാണ് പോയത്. 2 കൂട്ടരെയും നൂറനാട് പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് അവന് വേറെ ഗേൾസ് ആയിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോടൊപ്പം പറ്റില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നാണ്. അങ്ങനെ 2 കൂട്ടരും അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് പോസ്റ്ററുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരും പിരിഞ്ഞു. ബസ് കണ്ടക്ടറുടെ കൂടെ ഒളിച്ചോടിയെന്ന് കേൾക്കുന്നു. ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ എന്റെ സോഴ്സിൽ 2-3 പേരുടെ ചോദിച്ചപ്പോ ശരിയാണ്, അത് ഉള്ള കാര്യമാണെന്ന് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ ഇവരൊക്കെ തമ്മിൽ ഉണ്ടായി എന്നുള്ളതും കേൾക്കുന്നുണ്ട്. ഇതില് ഈ കമന്റ് ബോക്സുകൾ ഞാൻ പല പോസ്റ്റുകളിലും പല വീഡിയോസിലും ഇവരുടെ ഓൺ പ്രൊഫൈലിൽ പോയി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പോലും അഖിലിന് റിലേറ്റഡ് ആയിട്ടുള്ള, ഈ ലേഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള കമന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സാധനം ഞാൻ കണ്ടിരുന്ന കമന്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നു. ഇപ്പൊ നോക്കിയപ്പോ കമന്റ് കാണുന്നില്ല. അഖിൽ സ്ട്രൈറ്റ് അല്ല എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു കമന്റ് ഉണ്ട്. ഇപ്പൊ നോക്കിയപ്പോ അതും റിമൂവായി. വട്ടെവർ ഇറ്റ് ഈസ്, അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അയാളുടെ പേഴ്സണൽ ലൈഫ്. അതിന്റെ പേരിലാണ് പെൺകുട്ടി ഒളിച്ചോടി പോയെന്നൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് 2 പേർക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയ ഫെയിം ഉള്ളതാണ്, അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് കൗണ്ട് ഉള്ളത്, നല്ല വ്യൂസ് ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി ഇതുപോലെ ഒരു ബസ് കണ്ടക്ടറൊപ്പം ഒളിച്ചോടി പോകുന്നുള്ളതും അതും എനിക്ക് സംശയം തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോഴേക്കും അവരും അവരുടെ നിലക്കുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളതല്ലേ ഇതാക്കുള്ളൂ. ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ട് മോശമായിട്ടുള്ള ഇതെല്ലാം പറയുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ലേ. ഇപ്പോ എന്താ പറയാ, നമ്മൾ ബൈ പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെയിം വെച്ചിട്ടൊക്കെ ആ രീതിക്ക് ചിന്തിച്ചാണ് പലരും പോകുന്നത്, പലരും ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും റിലേഷൻഷിപ്പ് പോകുന്നത്. അപ്പൊ ഇതിലെന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക്, ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നില്ലേ എന്നാണ് എന്റെ ഒരു ഡൗട്ട്. ഇപ്പൊ ഈ ബസ് കണ്ടക്ടർ ഇപ്പൊ പെൺകുട്ടിയിൽ ചീറ്റ് ചെയ്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇതാക്കിയതാണോ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഐ ഡോണ്ട് നോ മാൻ, എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചുറ്റും. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അഖിലിന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്കിത് കണ്ടപ്പോൾ വളരെ വിഷമമായി. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ആ. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടത്. അപ്പൊ 2 വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. സ്മാർട്ടാണ്, കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ.
അപ്പോൾ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും ഇതുകൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അല്ലേ. ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന്. ഇതൊക്കെ ഇപ്പൊ കാണുമ്പോഴേക്ക് എന്തോ പോലെ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഇന്റർവ്യൂല് പിന്നെ എന്ത് വേണമെങ്കിലും വന്നിരുന്ന് പറയാൻ ആരെ കുറിച്ച് കുറ്റം പറയത്തില്ലല്ലോ. അവരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന എന്താണെന്നുള്ളത് അവർക്ക് രണ്ടുപേർക്ക് അറിയുള്ളൂ. അതായത് ഒരു ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നവര് പുറമേന്ന് കാണുമ്പോൾ നമുക്ക് പുറത്ത് എന്തും കാണിക്കാം, എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. പക്ഷെ അവർക്ക് അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിലെ ശരിക്കും സത്യസന്ധമായിട്ട് എന്താ നടക്കുന്നത് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വെച്ചൊക്കെ എന്തൊക്കെ കോൺവെർസേഷൻ ഉണ്ടായത്, അഖിലിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പെൺകുട്ടി പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. പിന്നെ ഇത് ഹിയർസേ അതിന്റെ പേരിൽ നമുക്കിത് പബ്ലിക്കായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. നോ മാൻ, അഖിലിനെ ഞാൻ എനിക്ക് തോന്നുന്നു 2-3 മാസത്തിന് മെയ് ആണെന്ന് തോന്നുന്നു. മെയ്യിൽ ഞാൻ എറണാകുളത്ത് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഞാൻ കണ്ടു. പക്ഷെ നമുക്ക് ചെന്നങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. എന്റെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. സോ ഞാനും എന്റെ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഇരിക്കുന്ന ആ സമയത്ത് ഞാൻ അഖിലിനെ കണ്ടു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, അഖിലായിട്ട് പരിചയമുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ചു, ഇവിടെ അഖിൽ ഇവിടെ അരിയിലുണ്ട്, ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, പോയി എനിക്ക് കോൺടാക്ട് ഉണ്ടെന്ന് ഇതാക്കാൻ പറഞ്ഞപ്പോ അതിനെന്താ വിളിച്ചു നോക്കാന്നുകൊണ്ട് പിന്നെ കട്ട് ചെയ്തു. പിന്നെ വേറെ ഇൻഫർമേഷൻ ഒന്നും എനിക്ക് അറിയില്ല. എനിവേ ഇതിന്റെ ഒരു CCTV വിഷ്വൽ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ CCTV വിഷ്വലില് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു മുണ്ട കൊടുത്തിട്ട് ഒരാള് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ ആ പെൺകുട്ടി വന്നിട്ട് ഒരു പിങ്ക് കളറിലെ നൈറ്റിയിൽ എന്തോ വീട്ടിലിട്ടേക്കുന്ന അതേ ഡ്രസ്സിൽ തന്നെ ബാഗും കുറെ സാധനങ്ങളൊക്കെ ഇട്ട് വന്ന് ഒരു കാറ് ടാക്സി എന്തോ വിളിച്ചിട്ട് അവർ അതിൻ്റെ അകത്ത് കയറി പോകുന്ന ഒരു വിഷ്വലാണ് ഞാൻ കണ്ടത്. ഇതിൽ ഡേറ്റ് കിടക്കണ 26/8/7. ഓക്കെ, 22 അതായത് 11-12 ആ ഒരു ടൈം, 11-12 11-11 ടൈമിലാണ് ഈ CCTV വിഷ്വലിൽ കിടക്കുന്നത്. എന്ത് പറയാനാന്ന് ആലോചിക്കണേ. ഇതിൽ ആ പെൺകുട്ടിയുടെ ഫേസ് ഒന്നും ശരിക്കും കാണുന്നില്ല, ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ CCTV വിഷ്വലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതും. മേ ബി ആയിരിക്കാം, ബിക്കോസ് നമ്മുടെ സോഴ്സ് വെച്ചിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇതൊക്കെ ഉള്ളതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെ നൈറ്റ് ഉൾപ്പെടെ പെട്ടെന്ന് പോയി. കുഴപ്പമില്ല, ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഈ മൈക്കിൽ കൂടി അല്ല, മറ്റേ മൈക്കിൽ കൂടിയാണ് വർക്ക് ആവുന്നത്. ഞാൻ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇതുപോലെ മൈക്ക് എടുത്ത് വെച്ചിട്ട് കാര്യം ഇടയ്ക്കിടയ്ക്ക് പവർ കട്ട് പോകുന്നുള്ളതാ. അത് ഇങ്ങനത്തെ ഒക്കെ കാര്യത്തിന് പവർ പോകുമല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ ഞാനിപ്പോ ഈ മേഘയുടെ പ്രൊഫൈലിലുള്ള വീഡിയോസ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കമന്റ് ബോക്സിന്റെ 2-3 ദിവസമായിട്ട് രാവിലെ എണീക്കുമ്പോ തന്നെ എന്താണെന്നറിയത്തില്ല, ഭയങ്കര ക്ഷീണാണ്. എന്നാ കമന്റ് ബോക്സിൽ ഫുള്ള് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടിയെന്ന് കേൾക്കുന്നു, ചേച്ചി ഒളിച്ചോടിയോ, ഇങ്ങനത്തെ കുറെ കമന്റ്സ് ഒക്കെയാണ്. ഇതിന്റെ കുറെ കമന്റ്സ് ഉണ്ടോ, വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ഉൾപ്പെടെ ഇതിന്റെ അകത്ത് കിടക്കുന്നുണ്ട്, ഒരുപാടുണ്ട്. കേൾക്കുമ്പോണ്ടല്ല ഇതിനെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ അഖിലിന്റെ വീഡിയോയിലും അതിലും അത്യാവശ്യം അഖിലിന്റെ പ്രൊഫൈലിൽ കിടക്കുന്നവർ തമ്മിൽ ഒരുമിച്ചുള്ള ഒരു വീഡിയോ അത് ഇട്ടേക്കുന്നത് അധികം ദിവസം ആയിട്ടില്ല. അതിലും നല്ല പണിയാണ് അവൾ കാണിച്ചത്. അവൾ വേറെ പോയെന്ന് കേൾക്കുന്നതിന് കുറെ ഹീസ് എ ഗേ ഐ തിങ്ക് എന്നും പറഞ്ഞൊരു ഒരു കമന്റ് അതിനകത്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. അവൻ ഗേ ആണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമന്റ്സ് അതിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഇത് ഒറ്റയ്ക്ക് ഒരു കമന്റ് ആയിട്ട് സാധനം ഉണ്ടായിരുന്നു. അതിപ്പോ കാണുന്നില്ല. ഞാൻ ചെക്ക് ചെയ്തപ്പോ ഇപ്പൊ സാധനം കമന്റ് കാണുന്നില്ല. ഒരുപാട് കമന്റുകൾ ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ പേരിൽ നല്ല രീതിയിൽ റീച്ചും കയറി പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ട് റീച്ച് കയറിയിട്ട് എന്ത് കാര്യം. അപ്പൊ പെൺകുട്ടിയായാലും എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ടൊക്കെ നമ്മളൊക്കെ പ്രതികരിക്കുന്ന ഈ വീഡിയോസ് ഉൾപ്പെടെ കാണുന്നുണ്ടാവും. അങ്ങനെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഡിവോഴ്സ് ചെയ്തിട്ട് പോയാൽ പോരായിരുന്നു. എന്തിനാ ഇങ്ങനെ ഈ ഒളിച്ചോട്ടത്തിന്റെ ആവശ്യം? നിങ്ങളുടെ ഫാമിലി അഗെയിൻസ്റ്റ് ആണെങ്കിൽ, പെൺകുട്ടിയുടെ ഫാമിലി അഗെയിൻസ്റ്റ് ആണെങ്കിൽ, അഖിലിന്റെ ഫാമിലി അഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഹോസ്റ്റൽ എടുത്ത് എവിടെയെങ്കിലും നിൽക്കാം. നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിലുള്ള നിങ്ങൾ ഒരാളെ പിടിച്ചുകൊണ്ട് പോകാൻ ഒന്നിനും വരത്തില്ല. നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് നിന്നിട്ട് കേസ് ഫയൽ ചെയ്യാം. എന്നിട്ട് എന്താ പറയുക, ഈ പറഞ്ഞ അഖില് മോശമാണെങ്കിൽ സ്ത്രീ വിഷയത്തിലൊക്കെ ഉള്ള അങ്ങനത്തെ എന്തെങ്കിലും റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ പ്രൂഫ് വെച്ചിട്ട് നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ കോമ്പൻസേഷനും കിട്ടും നല്ലൊരു എമൗണ്ട്. ഞാൻ ഈ ഐഡിയ പറഞ്ഞതിന്റെ ഒന്നുമല്ല പെൺകുട്ടികൾക്കായാലും, പക്ഷെ അങ്ങനത്തെ ഒരു റിയലി ഒരു നിങ്ങളുടെ പാർട്ട്ണർ എടുത്ത് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്താൽ മതി. അതിന് പകരമായിട്ട് ഈ ഒളിച്ചോടി പോയിട്ട് അവിടെ നിങ്ങളുടെ സ്വന്തം വില തന്നെ പോകും. ഇതിൽ എന്ത് പ്രണയമുള്ളത്, എന്ത് പ്രേമമുള്ളത്? അപ്പൊ അയാളായിട്ട് പ്രേമിച്ചിട്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചെന്ന് പറയണേ അഖിലായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇയാളായിട്ടും പ്രേമവും. ഈ പ്രേമിക്കുന്ന സമയത്താണെങ്കിലും ശരിയാണ്, നമ്മുടെ ഏറ്റവും ഗുഡ് ക്വാളിറ്റീസ് മാത്രമേ കാണിക്കുള്ളൂ പ്രേമിച്ച് നടക്കുമ്പോൾ. ഇത് കഴിഞ്ഞൊരു ഹസ്ബൻഡ് വൈഫ് അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോഴാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്ലസ് ആൻഡ് മൈനസ് ഒക്കെ അറിയുന്നത്. ചിലര് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി അവരവർക്ക് മാറുന്ന രീതിയിൽ മാറി നല്ലൊരു ലൈഫായിട്ട് മുമ്പോട്ട് പോകും. ചിലരെല്ലാം കൊണ്ട് ഓക്കെ ആയിരിക്കും. ചിലരെന്ത് ചെയ്യും, ഇത് കാണുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ച പോലെ അല്ല, പിന്നെ മൊത്തം മടുപ്പാവും ജീവിതം. എന്നിട്ട് ഇതുപോലെ അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സൺ എൻ്റർ ചെയ്യും, അയാളുടെ കൂടെ ആണായാലും പെണ്ണായാലും അങ്ങോട്ട് പോകും. ഓക്കെ, ഞാൻ ഈ തേർഡ് പേഴ്സൺ, ഈ ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ തന്തയില്ലാത്തവൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നാണം കെട്ട പട്ടിയാണോടാ നീ? ഒരു തന്നെ ഭാര്യനെ അടിച്ചോണ്ട് പോയി,
കാര്യം ഇതിനകത്തൊരു പ്രണയം, പ്രേമം, ഇഷ്ടം എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഒരിക്കലും പോകണ്ട. ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായിട്ട് വിളിച്ചിറക്കി കൊണ്ടുപോകും പെങ്കൊച്ചിനെ. ഒരുത്തന്റെ ഭാര്യ അവന്റെ കൂടെ ജീവിക്കുന്ന ആ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുപോയിരുന്നു. ടാക്സിയും വിളിച്ചിട്ട് നാണം കെട്ടവൻ. അതന്നെ പറഞ്ഞു ഇപ്പോഴും ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്നായാലും ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഈ ഒളിച്ചോടി പോയി ബസ് കണ്ടക്ടറിൽ കാണുന്നു എന്ന് പറഞ്ഞ ക്വാളിറ്റീസ് ഉൾപ്പെടെ ഉണ്ടല്ലോ. ഒരുമിച്ച് ജീവിച്ച് കുറച്ച് കളയുമ്പോൾ അതും ഇല്ലാണ്ടാവും. പിന്നെ എന്ത് ചെയ്യും? ജീവിതം മൂഞ്ചി പോവും. കൺഫേം ആണ്. ഒരു ജീവിതം മൂഞ്ചാനുള്ള ഒരു പോക്കാണ് ഈ പോയേക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നത് വെച്ചാൽ നിരവധി എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അഗെയിൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറയുന്ന ഒരു കാര്യം ഇതുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗെറ്റ് എ ഡിവോഴ്സ്. ലീഗലി നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ട് അത് മാറി നിന്നിട്ട് ഡിവോഴ്സ് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യുക. ഈസിയാണ്. ഒരു ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റും. ഈ ഒളിച്ചോടാൻ ഇതിനൊക്കെ കാണിക്കുന്ന ധൈര്യം ഒരു ഹോസ്റ്റലിൽ നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന്, ലേഡീസ് ആണെങ്കിലും ആട്ടെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പയ്യന്മാരാണെങ്കിലും ഫ്രണ്ട്സിന്റെ ആരെങ്കിലും കൂടെ നിന്നിട്ട് ഡിവോഴ്സ് ചെയ്ത് പ്രോപ്പറായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ കല്യാണം കഴിച്ചു പോവുകയാണെങ്കിൽ ഇത്രയും വിഷയങ്ങളുണ്ടാവും. ഇത്രയും പേര് എന്താ പറയാ ഈ തൂക്കൂല, ഇതുപോലെ തെറി വിളിക്കില്ല, കളിയാക്കില്ല. ഇതിപ്പോ രണ്ടുപേരും പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തപ്പോ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും കാണുമ്പോൾ അതിൽ ഉൾപ്പെടെ വീഡിയോസ് ഒക്കെ നിരന്തരം കാണുന്ന ഞാൻ ഇന്നലെയും കൂടി ഈ ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ ഞാൻ വീഡിയോസ് ഇങ്ങനെ കണ്ടായിരുന്നു. പെട്ടെന്ന് ഇന്ന് കാലത്ത് ഇങ്ങനെ ഒരു ന്യൂസ് കൂടി കേൾക്കുമ്പോൾ ലിറ്ററലി നമ്മൾ ഷോക്കായി പോകും. പ്രേമമായാലും സ്നേഹമായാലും ഒരുമിച്ചുള്ള ജീവിതമായാലും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ഒരു പാർട്ണർ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് തുറന്നു പറയാം. തുറന്നു പറയുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ നിയമപരമായിട്ടുള്ള സഹായം തേടുക. അങ്ങനെ പോവുക. ഇമാതിരി പഴയ ഈ തൊട്ടിത്തരം പരിപാടി നിർത്തടേ. 2026 എല്ലാവർക്കും അവരവരുടെ രീതിക്ക് നിൽക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ജീവിക്കാനുള്ള അവകാശവും കാര്യങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ഇന്നിപ്പോ ഇവിടെ ഉണ്ട്. പണ്ടത്തെ പോലെ ഒന്നും അല്ല. പണ്ടൊരു പ്രേമം തുറന്നു പറയാൻ പേടി എല്ലാവർക്കും. ഇപ്പൊ അതുപോലെയാണ് അല്ല. ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്നിട്ടും ഓരോ ജീവിതം വെറുതെ നശിച്ചു പോകുന്നത്.